ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, തക്കതായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന ഉറപ്പ്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന, ഒരു മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ഇന്ന് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണത്തിലെ വാക്കുകൾ. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ഏത് സ്വഭാവത്തിലായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടാവുക? പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ലോകരാഷ്ട്രങ്ങളെ പാകിസ്ഥാനെതിരായിട്ടുള്ള ഈ നീക്കത്തിൽ ഇന്ത്യക്കൊപ്പം നിർത്താൻ വേണ്ടിയുള്ള നയതന്ത്ര തലത്തിലെ നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക? ഭീകരാക്രമണത്തിന് ഉള്ള മറുപടി എന്ന നിലയിൽ എങ്ങനെയായിരിക്കും ഇന്ത്യ ഇതിനോട് നിലപാടെടുക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഈ ഭീകരാക്രമണത്തെ അതിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന് പറയുകയും ഇന്ത്യക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഈ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചതെന്നുമുള്ള പാകിസ്ഥാൻ മന്ത്രിയുടെ പ്രതികരണം കൂടി വന്ന സാഹചര്യത്തിൽ ഏത് സ്വഭാവത്തിലായിരിക്കും ഇന്ത്യ തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക? ജി.കെ, ഇന്നലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആഘാതം തന്നെയാണ്, വലിയൊരു മുറിവ് ഏൽപ്പിച്ചിരിക്കുന്നു. അത് ജമ്മു കശ്മീർ എന്ന സംസ്ഥാനം അത് സമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്താണ് അത് പാടെ തകർക്കുന്ന നിലയിലുള്ള ഒരു കിരാതമായ ആക്രമണം ഉണ്ടായത്. ഇതിന് തക്കതായ മറുപടി നൽകണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് രാജ്യത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു മറുപടിയായിരിക്കും ഇതിന് സുരക്ഷാ സേന നൽകുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി സർജിക്കൽ സ്ട്രൈക്ക്, സമാനമായി തന്നെ ഈ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി ബലാക്കോട്ടിലെ വ്യോമാക്രമണം അടക്കമുള്ളവ നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ സമാനമായ ആഘാതമുണ്ടാക്കുന്ന തരത്തിൽ ഈ പുൽവാമയ്ക്ക് ശേഷം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണം എന്ന നിലയിൽ ഇതിന് എന്ത് തരത്തിലുള്ള മറുപടി ഇന്ത്യ നൽകും, സുരക്ഷാ സേന നൽകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ ആക്രമണത്തിന് ഉചിതമായ ഒരു മറുപടി നൽകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം ആയിരിക്കുന്നു. ഉന്നതതല യോഗത്തിൽ തന്നെ അത്തരത്തിലുള്ള അഭിപ്രായമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം ഈ ആക്രമണം എന്നുള്ളത് മുൻപുണ്ടായ ഭീകരാക്രമണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് സാധാരണക്കാരെ, നിരായുധരായ ആളുകളെ യാതൊരു തരത്തിലും ഭീകരവാദികളുമായി ഒരു തരത്തിലും ആശയവിനിമയമില്ലാത്ത വിനോദസഞ്ചാരത്തിനായി എത്തിയ ആളുകളെ ലക്ഷ്യം വെച്ചാണ് നടത്തിയിരിക്കുന്നത്. അത് ഒരു മേഖലയുടെ പ്രതിച്ഛായ എന്നതിനപ്പുറത്തേക്ക് അവരെ വലിയ ഭീതിയിലേക്കും സാമ്പത്തികമായുള്ള പ്രതിസന്ധിയിലേക്കും വരെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ഒരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ വിദേശ പൗരന്മാർ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇതിനകം തന്നെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാന് ഈ ഭീകരാക്രമണത്തിലുള്ള പങ്ക് അത് എടുത്തു കാണിച്ച് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നയതന്ത്രപരമായി ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഒപ്പം തന്നെയാണ് ഈ ഭീകരർക്ക് ഏത് തരത്തിലുള്ള മറുപടി നൽകുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അതിന് കൂടുതൽ തെളിവുകൾ, ഈ ആക്രമണത്തിലുള്ള പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകൾ ഈ ശേഖരിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ചില തെളിവുകൾ ഇന്ത്യക്ക് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയ ഈ ബുള്ളറ്റുകൾ ഉൾപ്പെടെയുള്ളവ അത് അമേരിക്കൻ നിർമ്മിത തോക്കിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ ഈ ഭീകരവാദികളിൽ 2 പേർ പാകിസ്ഥാൻ പൗരന്മാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്ക് ഏത് ഭീകര സംഘടനയുമായുള്ള ബന്ധം, അല്ലെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനയുമായുള്ള ബന്ധം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായുള്ള തെളിവുകൾ ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ കഴിയണം. അതിനായുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്, അതിനായുള്ള അന്വേഷണത്തിൽ തന്നെയാണ് വിവിധ ഏജൻസികൾ ഉള്ളത്. ഈ രേഖാചിത്രങ്ങൾ ഇതിനകം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ഈ ഭീകരരിലേക്ക് എത്തുന്നതിന് ഇവരെ ഏതാണ്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ കൂടുതൽ ആർക്ക് പങ്ക്, എന്തുകൊണ്ട് ഈ സ്ഥലം തിരഞ്ഞെടുത്തു, ഈ അവസരം തിരഞ്ഞെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക, ഇതിലൂടെ പാകിസ്ഥാന് പങ്ക് തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ലക്ഷ്യം. ഒപ്പം ശക്തമായ മറുപടി, അത് അതിർത്തിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടോ അതിർത്തിക്ക് അപ്പുറമുള്ള മറുപടിയോ എന്നുള്ളത് ഈ ഉന്നതതല യോഗത്തിലെടുക്കുന്ന തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും. ജി.കെ, ശരി, ഏതായാലും ISIയുടെ പിന്തുണയോടെ ലഷ്കർ ആസൂത്രണത്തിൽ
TRF നടപ്പാക്കിയതാണ് ഈ ആക്രമണം എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഇന്ത്യ ആലോചിക്കുന്നത്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തുക, ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് പൂട്ടുക എന്ന് തുടങ്ങി പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ തന്നെ ഇന്ത്യ തീരുമാനമെടുത്തേക്കും. പ്രധാനപ്പെട്ട തീരുമാനം വരാൻ പോകുന്നത് അല്പസമയത്തിനകം കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരാൻ പോകുന്നു. ആ യോഗത്തിലായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നത്.